വിസ്റ്റയുടെ ഹീറ്റർ പ്ലഗിലേക്ക് കറണ്ട് വരുന്നുണ്ടായിരുന്നില്ല. സ്കാൻ ചെയ്തപ്പോൾ ഹീറ്റർ പ്ലഗ് കംപ്ലൈൻറ്റ് എന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ശരി ശ്രദ്ധയെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തപ്പോൾ 4 ഹീറ്റർ പ്ലഗും വർക്കിംഗ് ആണ്. സംഭവം ഈ പറഞ്ഞ ഈ കറണ്ട് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ഇത്. അപ്പോൾ എന്താ വെച്ചാൽ സ്ക്രാപ്പിൽ പോയിട്ടൊരു കൺട്രോളർ വാങ്ങി, നല്ല കൺട്രോളർ. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ കറണ്ട് കറക്റ്റ് 12 വാട്ട് കീ ഓൺ ചെയ്യുമ്പോൾ വരുന്നുണ്ടോ കുറച്ച് സമയത്തേക്ക് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നെഗറ്റീവിലേക്ക് കൊടുക്കുക. ബ്ലാക്ക് നെഗറ്റീവിലേക്ക് കൊടുക്കുക, ഒരു പോസിറ്റീവ് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക, ഗ്ലോ പ്ലഗിൻ്റെ. എന്നിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൽ 20 വോൾട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ 12 വോൾട്ട് വരണം. മുമ്പ് എൻ്റെ പഴയ കൺട്രോളറിൽ 12 വോൾട്ട് വരുന്നുണ്ടായിരുന്നില്ല, കറണ്ട് വരുന്നുണ്ടായി. ഇപ്പോൾ കറക്റ്റായിട്ട് 12 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഹീറ്റർ പ്ലഗ് പോയി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു പോസിറ്റീവ് വയർ എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ട് സ്പാർക്കിംഗ് ഉണ്ടോ ഓരോന്നിലും നോക്കിയാൽ മതി. അപ്പോൾ ഹീറ്റർ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഈ കൺട്രോളറിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് വരുന്നത് നമുക്കറിയാൻ പറ്റും. ഈ കൺട്രോൾ മെയിൻ കംപ്ലൈൻ്റ് ആവുന്നത് വെള്ളം കയറിയിട്ടാണ്. വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളമകത്ത്